പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ലോഗോസ് ലൈവിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ ക്രൂശ് മരണം മനുഷ്യവർഗത്തിന് എങ്ങനെയാണ് രക്ഷയ്ക്കായി തീർന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ യേശുവിൻ്റെ ക്രൂശ് മരണം അനേകർക്ക് മോചനദ്രവ്യമായി തീർന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുക. നമുക്ക് പ്രിയപ്പെട്ട അച്ഛനോടൊപ്പം പ്രാർത്ഥനയോടെ ഈ പ്രോഗ്രാമിൽ നമുക്ക് പങ്കെടുക്കാം. അച്ഛ, നമ്മൾ ഈ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അതിൻ്റെ 45-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്രേ. എന്താണ് ഈ യേശുവിൻ്റെ ജീവൻ ഒരു മോചനദ്രവ്യമായി മാറി എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സാധാരണഗതിയിൽ മോചനദ്രവ്യം എന്ന് പറയുന്നത് ബന്ധനത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയെ മോചിപ്പിക്കാൻ വേണ്ടി അവരാവശ്യപ്പെടുന്ന ഒരു തുക കൊടുക്കുന്നു. ഈ കാലത്ത് അത് നടക്കുന്നുണ്ട്. ചില വ്യക്തികളെയൊക്കെ തട്ടിക്കൊണ്ടുപോവുക, ഇത്ര രൂപ തരികയാണെങ്കിൽ മോചിപ്പിക്കാമെന്ന് പറയുക. അടുത്ത കാലത്ത് കർണാടകത്തിലൊരു നടനെ തട്ടിക്കൊണ്ടുപോയി ഭീകരവാദികൾ. എന്നിട്ട് അവർ ഡിമാൻഡ് ചെയ്തു, ഇത്ര കോടി തരുവാണെങ്കിൽ വിടാം. ആ ആവശ്യപ്പെട്ട തുക കൊണ്ടുപോയി കൊടുക്കുന്നു, അവരതനുസരിച്ച് വിട്ടുകൊടുക്കുന്നു. പല രാജ്യങ്ങളിലും സൊമാലിയയിലൊക്കെ കടൽ കൊള്ളക്കാരൊക്കെ ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിമോചനത്തിന് വേണ്ടി ബന്ധനത്തിലാക്കുന്ന ആൾ ആവശ്യപ്പെടുന്നത് കൊടുത്ത് ആ വ്യക്തിയെ മോചിപ്പിക്കുന്നു. അപ്പോൾ ഈ വിമോചനത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു തുകയാണ്, അല്ലെങ്കിൽ അവരുടെ ആവശ്യം സാധിച്ചു കൊടുക്കലാണ് മോചനദ്രവ്യം എന്നതുകൊണ്ട് സാധാരണ മനസ്സിലാക്കുന്നത്. ഇവിടെയുള്ള പ്രശ്നം, മനുഷ്യവർഗത്തിൻ്റെ മോചനത്തിന് വേണ്ടി യേശുവിൻ്റെ ജീവൻ മോചന മൂല്യമായി കൊടുത്തെന്ന് പറയുമ്പോൾ മനുഷ്യവർഗത്തെ അടിമപ്പെടുത്തി വച്ചിരിക്കുന്നത് സാത്താനാണ്. സാത്താൻ്റെ അടിമത്തത്തിലാണ് മനുഷ്യവർഗമായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സാത്താൻ ആവശ്യപ്പെടുന്ന ഒരു മോചന മൂല്യം സാത്താന് പിതാവായ ദൈവം കൊടുക്കുന്നു എന്ന രീതിയിൽ കാണുമ്പോൾ അവിടെ സാത്താൻ വിജയിച്ചെന്നല്ല എൻ്റെ അർത്ഥം. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ചിന്ത ഇവിടെ അസ്വീകാര്യമാണ്. യേശു വന്നത് തന്നെ സാത്താൻ്റെ തലയെ തകർക്കാൻ വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് സാത്താൻ്റെ തല തകർക്കാൻ വന്നവൻ സാത്താന് കീഴ്പ്പെടാൻ പാടില്ല. അതെ, നമ്മൾ ഈ ഇപ്പോൾ കടൽ കൊള്ളക്കാർ വിലപേശുമ്പോൾ ഗവൺമെൻറ് അവരാവശ്യപ്പെട്ട തുക കൊടുക്കാൻ തയ്യാറായാൽ അതിൻ്റെ അർത്ഥം കടൽ കൊള്ളക്കാരെ വിജയിച്ചു എന്നുള്ളതാണ്. ഗവൺമെൻറ് അവരുടെ മുമ്പിൽ കീഴടങ്ങാണ്. ഇന്ത്യയിൽ അത് സംഭവിച്ചിട്ടുണ്ട്. അതെ, നമ്മുടെ കാണ്ഡഹാറിൽ അതെ സംഭവിച്ചിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയി, അതിലെ കുറച്ച് യാത്രക്കാരെ തട്ടിക്കൊണ്ടുപോയപ്പം അവരാവശ്യപ്പെട്ടത് അന്ന് ഗവൺമെന്റ് കൊടുക്കുകയുണ്ടായി. ചില ഭീകരവാദികളെയൊക്കെ മോചിപ്പിക്കുകയുണ്ടായി. അതെ അതെ. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ അതിനെ കാണുന്നത് ശരിയല്ല. അങ്ങനെ കാണുന്ന ചില ചിന്തകരുണ്ട്, ദൈവശാസ്ത്ര ചിന്തകരുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ശരിക്കും പിശാച് ജയിച്ചു എന്നുള്ള അർത്ഥം വരും. ആ രീതിയിൽ വരുന്നത്. ഉദാഹരണത്തിന് പിശാചിന് ആവശ്യമുള്ളത് പീഡിപ്പിക്കലാണ്. അതുകൊണ്ട് എന്തുമാത്രം വേണമെങ്കിലും നിങ്ങൾ ആവശ്യപ്പെടുന്നിടത്തോളം, ആഗ്രഹിക്കുന്നിടത്തോളം പീഡനം എനിക്ക് തന്നുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകൊടുക്കുന്നു. അങ്ങനെ അതിദാരുണമായ രീതിയിൽ, ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുന്നു. സാത്താൻ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം പീഡിപ്പിക്കുക, ദ്രോഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രനെ തന്നെ ദ്രോഹിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ സാത്താൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു പീഡ ഈശോ സഹിച്ചു എന്ന് വന്നാൽ അതിനർത്ഥം സാത്താൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നല്ലേ. അപ്പോൾ സാത്താൻ അനുസരണപ്പെട്ടെന്നല്ലേ എൻ്റെ അർത്ഥം. പിതാവ് പോലും സാത്താന് അനുസരിച്ചെന്നുള്ളതാണ് അവിടെ വരുന്നത്. അല്ലെങ്കിൽ അവൻ്റെ മുമ്പിൽ വിധേയപ്പെട്ടു പോയി. അത് ഒരിക്കലും സ്വീകാര്യമായൊരു ചിന്തയല്ല. പിന്നെ എന്താണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, മനുഷ്യവർഗത്തെ ആരാണ് സാത്താന് അടിമപ്പെടുത്തിയത്? ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വയം അവൻ വിധേയപ്പെട്ടതാണ്. അവൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വിനിയോഗത്തിലൂടെ അവൻ വിധേയപ്പെട്ടതാണ്. പൗലോസിലെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ അനുസരണയോടെ ആർക്കെങ്കിലും വിധേയപ്പെടുമ്പോൾ
നിങ്ങൾ അവന്റെ അടിമകളായി തീരും. അവൻ്റെ അടിമകളായി തരും. അപ്പോൾ നമ്മളെ ആർക്കും ബലപ്രയോഗത്തിലൂടെ അടിമപ്പെടുത്താൻ സാധ്യമല്ല. പിന്നെയോ നമ്മൾ സ്വതന്ത്ര മനസ്സോടെ വിധേയപ്പെട്ട് കൊടുത്താൽ മാത്രമേ വിധേയപ്പെടുത്താൻ സാധിക്കുള്ളൂ. ഞാനിത് പറയുമ്പോൾ ഗാന്ധിജി എന്ന സിനിമയിലെ ഒരു രംഗം ഓർക്കുക. ആ രംഗം ഇതാണ്. ബ്രിട്ടീഷ് പോലീസ് ഗാന്ധിജിയോട് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ്, എനിക്ക് തോന്നുന്നു അദ്ദേഹം എന്തോ രേഖകൾ കത്തിക്കുക, ഇത് കത്തിക്കാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് എൻ്റെ നീതി അനുസരിച്ച് ഇത് ശരിയായൊരു കാര്യമല്ല, അതുകൊണ്ട് ഞാൻ ഈ തിന്മയെ ഞാൻ എതിർക്കുകയാണ്, അപ്പോൾ ഉപദ്രവിക്കുകയാണ്. വീണ്ടും അത് ചെയ്തപ്പോൾ അതികഠിനമായി ശാരീരിക പീഡ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഗാന്ധിജി പറയുന്നൊരു വാക്കുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് പറഞ്ഞതാണ്, അത് സിനിമയിൽ ആവിഷ്കരിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ ഇനിയും എന്നെ മർദ്ദിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ശവശരീരം കിട്ടും, ഒരിക്കലും എൻ്റെ വിധേയത്വം നിങ്ങൾക്ക് കിട്ടുകയില്ല, എൻ്റെ അനുസരണം നിങ്ങൾക്ക് കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മനുഷ്യ മനസ്സിനെ ബലപ്രയോഗത്തിലൂടെ അടിമപ്പെടുത്താൻ സാധ്യമല്ല. സ്വതന്ത്ര മനസ്സോടെ അത് വിധേയപ്പെടുത്തി കൊടുത്താലേ സാധിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് മനുഷ്യൻ സ്വതന്ത്ര മനസ്സോടെ സാത്താന് വിധേയപ്പെട്ടു എന്നുള്ളിടത്താണ് വഞ്ചന, ചതി എന്ന ആ പ്രയോഗത്തിന് അർത്ഥം വരുന്നത്. ഉദാഹരണത്തിന്, ഈ പഴം നിന്നെ ദൈവത്തെ പോലെ ആക്കുമെന്ന് പറഞ്ഞ ആ സാത്താൻ്റെ വാക്ക്, ആ വാക്ക് അസത്യമായിരുന്നു, വഞ്ചനാപരമായിരുന്നു. എങ്കിലും മനുഷ്യൻ അത് വിശ്വസിച്ച് പോയി. അങ്ങനെ വിശ്വസിച്ച് പോയതുകൊണ്ട് സ്വമനസ അവൻ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിച്ച് പോയതുകൊണ്ട് വിധേയപ്പെട്ടതാണ്. അപ്പോൾ അവിടെയും നടക്കുന്നത് ബലപ്രയോഗമല്ല, വശീകരണം നടക്കുന്നത്. അപ്പോൾ വശീകരിച്ച് വിധേയപ്പെടുത്തുകയാണ്. അപ്പോൾ വിട്ടുകൊടുത്ത, അപ്പോൾ അങ്ങനെ സ്വതന്ത്ര മനസ്സോടെ വിട്ടുകൊടുത്തപ്പോഴാണ് അവൻ അടിമയായി തീർന്നത്. വേറൊരു ഭാഷ പറഞ്ഞാൽ അവൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വിനിയോഗം മനുഷ്യൻ നടത്തിയപ്പോൾ സ്വതന്ത്ര മനസ്സോടെയാണ് ഇത് വിധേയപ്പെട്ടത്. ശരിയാണ്, അവിടെ ഒരു വശീകരണം നടന്നിട്ടുണ്ടെന്ന സത്യം. അപ്പം മനുഷ്യ മനസ്സ് സ്വതന്ത്ര മനസ്സോടെയാണ് വിധേയപ്പെട്ടത് എന്ന് പറയുമ്പോൾ ആ മനസ്സ് സ്വതന്ത്ര മനസ്സോടെ വിധേയപ്പെട്ട് കഴിഞ്ഞപ്പോൾ മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ അവന് വിധേയപ്പെട്ടു പോയി, അവൻ്റെ നിയന്ത്രണത്തിൽ ആയിപ്പോയി. പിന്നെ അവൻ്റെ അടിമത്തത്തിലായിപ്പോയി. മനുഷ്യന് കിട്ടിയ സ്വാതന്ത്ര്യവും അധികാരവും പദവിയും എല്ലാം അവന് അടിയറവ് വെച്ചു. അതെ, ആധിപത്യം മനുഷ്യനായിരിക്കട്ടെ എന്ന് ദൈവം പറഞ്ഞതല്ലേ, സകലത്തിന്റെ മേലുള്ള ആധിപത്യം മനുഷ്യന് കൊടുത്താണ്. ഈ ആധിപത്യം ദൈവത്തിൻ്റെ കയ്യിലിരുന്നതാണ്, ദൈവം മനുഷ്യന് കൊടുത്തതാണ്. പക്ഷെ ദൈവത്തോട് വിധേയപ്പെട്ട് നിൽക്കുമ്പോൾ മാത്രമേ അവന് ഈ ആധിപത്യം ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ, ആധിപത്യം അനുഭവിക്കാൻ പറ്റുള്ളൂ. ദൈവത്തിന്റെ ആധിപത്യത്തിന്റെ കീഴിൽ നിന്ന് സാത്താന്റെ ആധിപത്യത്തിന്റെ കീഴിലേക്ക് സ്വതന്ത്ര മനസ്സോടെ കടന്നുപോയതോടുകൂടി പിന്നെ അവന് ഈ ആധിപത്യം മുഴുവൻ നഷ്ടപ്പെടുകയെന്നേ. കാരണം ചെറുത്താന്റെ ആധിപത്യത്തിന്റെ കീഴിലായി മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം സാത്താൻ ഈശോയോട് പറയുന്നത്, ഈ കാണുന്നതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ദൈവം നൽകിയതല്ല, എന്നെ ആരാധിക്കുന്നവന് എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ ഇതെല്ലാം കൊടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് മനുഷ്യനാണ് ഇത് സാത്താന് കൊണ്ട് കൊടുത്തത്. മനുഷ്യൻ സാത്താന് കീഴ്പ്പെട്ടപ്പോൾ മനുഷ്യന്റെ കൈവശമുള്ളതെല്ലാം സാത്താൻ്റെതായിട്ട് മാറി. അതുകൊണ്ട് നീ എനിക്ക് കീഴ്വഴങ്ങിയാൽ, വിധേയപ്പെട്ടാൽ, എന്നെ അനുസരിച്ചാൽ നിനക്കിതൊക്കെ ഞാൻ തരാമെന്ന് പറയുന്നത് കൊണ്ടാണ്. അപ്പൊ അവിടെ ഈശോ ഒരു നിമിഷം പോലും വിധേയപ്പെടുന്നില്ല. മരണത്തോളം, കുരിശുമരണത്തോളം ഈശോ ഈ ദൈവമായ പിതാവിന് വിധേയപ്പെട്ടു. അവിടെയാണ് നമ്മൾ ആ ആധിപത്യം ഈശോ തിരിച്ചെടുക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ആദത്തിൽ നഷ്ടപ്പെട്ട ആധിപത്യം ഈശോയിൽ വീണ്ടെടുക്കപ്പെട്ടു. എങ്ങനെ വീണ്ടെടുക്കപ്പെട്ടു? മരണത്തോളം, കുരിശുമരണത്തോളം പിതാവായ ദൈവത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ആ സഹനത്തിലൂടെ വീണ്ടെടുക്കുക ചെയ്തത്. അപ്പം യേശുവിനോട് ആരെങ്കിലും ചേർന്നാൽ, യേശുവിനോട് ആരെങ്കിലും ഐക്യപ്പെട്ടാൽ, യേശുവിന് വിധേയപ്പെട്ടാൽ, അനുസരണപ്പെട്ടാൽ, യേശുവിനെ കർത്താവായിട്ട് അംഗീകരിച്ചാൽ അവർക്കെല്ലാം യേശുവിൻ്റെ ഈ ആധിപത്യം, യേശുവിൻ്റെ അടുത്ത് സ്വന്തമാക്കിയ ഈ ആധിപത്യം സാത്താൻ്റെ മേൽ, സകലത്തിൻ്റെ മേൽ വീണ്ടും ലഭിക്കുകയാണ് പോകുന്നത്. അങ്ങനെയാണ് യേശു കർത്താവായി തീരുന്നത്. നമ്മൾ ആ കർത്തൃത്വത്തിൽ പങ്കുചേരുന്നത്. ഇവിടെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. വിഷയം ഇതാണ്: സ്വതന്ത്ര മനസ്സോടെയാണ് മനുഷ്യൻ സാത്താന് വിധേയപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ സ്വതന്ത്ര മനസ്സ് ഉപയോഗിച്ചുകൊണ്ട് വേണം അവൻ തിരിച്ചു വരാൻ. അവൻ മനസ്സാകണം. അവിടെയാണ് മാനസാന്തരത്തിൻ്റെ ഏറ്റവും വലിയ
അർത്ഥതലം കിടക്കുന്നത്. സ്വതന്ത്ര മനസ്സോടെ അവൻ ഈശോയുടേതായി തീരാൻ ആഗ്രഹിക്കണം. അതായത് സാത്താന് വിധേയപ്പെട്ട മനസ്സ് അതെ, ഇനി ദൈവത്തിന് വിധേയപ്പെടുന്ന തലത്തിലേക്ക് ഒരു മാറ്റം സംഭവിക്കണം. അങ്ങനെ മാറ്റം സംഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സാത്താനെ പരാജയപ്പെടുത്തുന്ന ഒരാളായിട്ട് ഈശോയെ കണ്ടാൽ മാത്രമേ അവനത് സാധിക്കുകയുള്ളൂ. സാത്താൻ്റെ മേൽ ആധിപത്യമുള്ള, സാത്താനെ പരാജയപ്പെടുത്തിയ ഒരാളായിട്ട് ഈശോ ഇപ്പുറത്ത് നിന്ന് വിളിക്കുമ്പോൾ മാത്രമേ മനുഷ്യന് വിശ്വാസത്തോടെ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ ഒരാളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തെന്നിരിക്കട്ടെ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നമ്മളെ കൊണ്ട് നിർത്തിയിരിക്കുമ്പോൾ നമ്മുടെ പിതാവ് വന്ന് നീങ്ങി പോരെ മോനെ, ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പോകാൻ സാധിക്കത്തില്ല. കാരണം പിതാവാണെന്നുള്ളത് ശരിയാ, പോരാൻ പറ്റത്തില്ല. അതേസമയം ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, SP തന്നെ അവിടെ വന്നിട്ട്, അപ്പൻ്റെ കൂടെ വന്ന് നിന്നിട്ട് മോനെ നീങ്ങി പോരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പോലീസിന്റെ മുമ്പിലോട്ടൊന്ന് നോക്കി ഒന്ന് ചിരിച്ചു എനിക്ക് എഴുതാൻ പറ്റും. അപ്പം എന്ന് പറഞ്ഞ പോലെ സാത്താൻ്റെ കസ്റ്റഡിയിലിരിക്കുന്ന മനുഷ്യന് സാത്താനെ പരാജയപ്പെടുത്തിയ ഒരാൾ വിളിച്ചാൽ മാത്രമേ ചെല്ലാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും ചെല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ട് യേശു ഉള്ളതുകൊണ്ട്, സാത്താൻ്റെ തല തകർത്തവനായ യേശു ഉള്ളതുകൊണ്ടാണ് നമുക്കിന്ന് മോചനം കിട്ടാൻ കാരണം സ്വതന്ത്ര മനസ്സോടെ സാത്താനെ പോ എന്ന് പറഞ്ഞ്, ഞാൻ നിൻ്റെ കൂടെ അല്ല എന്ന് പറഞ്ഞ് ധീരമായിട്ട് ഇറങ്ങി പുറപ്പെടാൻ പറ്റണമെങ്കിൽ ഈശോ വേണം. അപ്പോൾ ഈശോ ഇവിടെ നിന്ന് വിളിക്കുകയാണ്, നീ എൻ്റെ സ്വന്തമാണ്, നീങ്ങി പോരെ. അപ്പോൾ എൻ്റെ സ്വതന്ത്ര മനസ്സോടെ പാപത്തെ തള്ളിപ്പറഞ്ഞ്, അശുദ്ധിയെ തള്ളിപ്പറഞ്ഞ്, തിന്മയെ തള്ളിപ്പറഞ്ഞ്, സാത്താനെയും തള്ളിപ്പറഞ്ഞ് എനിക്ക് ധീരമായിട്ട് പോരാം. കാരണം എന്നെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്ന സർവശക്തനെ ഇവിടെ നിന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെയാണ് സാത്താൻ്റെ തല തകർന്നത്. എങ്ങനെയാണ് സാത്താൻ്റെ തല തകർന്ന് ചോദിച്ചാൽ, സാത്താൻ പറഞ്ഞത് തെറ്റാണെന്ന് ഈശോ അസന്നിഗ്ധമായിട്ട് തെളിയിക്കുകയും നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിളിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ ദൈവരാജ്യമാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. സാത്താൻ തരുന്ന ചെറിയ സുഖങ്ങളല്ല, പാപത്തിൻ്റെ ചെറിയ സുഖങ്ങളെ ഉപേക്ഷിച്ചിട്ട് നാശത്തിലേക്ക് എന്നെ നയിക്കുന്ന, നിത്യനാശത്തിലേക്ക് നയിക്കുന്ന എല്ലാം ഉപേക്ഷിച്ചിട്ട് എനിക്ക് ധീരമായിട്ട് വരാൻ പറ്റുന്നത്, എന്നെ സ്വീകരിക്കാൻ ഇവിടെ സർവശക്തനുണ്ട്. അവൻ്റെ പക്കൽ നിത്യമായ സന്തോഷമുണ്ട്, അതെനിക്ക് സൗജന്യമായിട്ട് തരും, ഒരു പരിഹാരം എന്നോട് ആവശ്യപ്പെടുന്നില്ല എന്നുള്ള വലിയ സത്യമാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് മോചനമൂല്യമായിട്ട് ഈശോ തൻ്റെ തന്നെ ജീവൻ കുരിശിൽ സമർപ്പിച്ചത് എനിക്ക് എൻ്റെ മോചനമൂല്യമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം, എനിക്ക് സ്വതന്ത്രമായൊരു തീരുമാനം യേശുവിന് അനുകൂലമായിട്ട് എടുക്കാൻ യേശുവിൻ്റെ ഈ കുരിശുമരണം കാരണമായി. അത് അല്പം കൂടെ ഒന്ന് മോചനദ്രവ്യം എങ്ങനെ ആർക്ക് കൊടുത്തു? ഈശോ എനിക്കാണ് മോചനമൂല്യമായിട്ട് തന്നെ നൽകിയത്. എൻ്റെ വിശ്വാസം വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. എനിക്ക് ദൈവത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് ഈ കുരിശുമരണം ഉപകരിച്ചപ്പോൾ അവൻ കുരിശിൽ തന്നെ സമർപ്പിച്ചത് എൻ്റെ ഗുണത്തിന് വേണ്ടിയാണ്. കാരണം അതുകൊണ്ടാണ് എനിക്ക് ഒരു സ്വതന്ത്ര തീരുമാനം എടുക്കാനുള്ള ശേഷി കിട്ടുന്നത്, മാനസാന്തരം സാധ്യമാകുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ മോചനത്തിന് ഒരു മൂല്യമായിട്ട് ഈശോ എനിക്കാ തന്നത്. നമുക്ക് തന്നെ അത് തന്നാൽ എങ്ങനെയാച്ചാ? നമ്മുടെ വേറൊരാളല്ലേ നമ്മളെ അടിമപ്പെടുത്തി വെച്ചിരിക്കുന്നത്? കുഴപ്പമില്ല, കാരണം ഞാൻ എന്നെ അടിമപ്പെടുത്തിയല്ലോ. അടിമപ്പെടുത്തി ആയിരുന്നെങ്കിൽ, ബലപ്രയോഗത്തിലൂടെ കൊണ്ടുപോയതായിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. ഇത് ബലപ്രയോഗത്തിലൂടെ കൊണ്ടുപോയതല്ല, നമ്മളെ വഞ്ചിച്ച് നമ്മൾ സ്വതന്ത്ര മനസ്സോടെ പോയതാ. സ്വതന്ത്ര മനസ്സോടെ പോയ സ്ഥിതിക്ക് സ്വതന്ത്ര മനസ്സോടെ തിരിച്ചു പോന്നാൽ, വരാൻ കഴിഞ്ഞാൽ സംഗതി കുഴപ്പമില്ല. അപ്പൊ സ്വതന്ത്ര മനസ്സോടെ എനിക്ക് തിരിച്ചു വരാൻ കഴിയത്തക്ക രീതിയിൽ എനിക്കൊരു വിശ്വാസം ജനിക്കാൻ, എനിക്ക് ഒരു ധൈര്യം കിട്ടാൻ യേശു എനിക്ക് മോചനമൂല്യമായി തൻ്റെ ജീവൻ സമർപ്പിച്ചു. അപ്പോൾ യേശുവിൻ്റെ കുരിശുമരണം ഒരു മോചനമൂല്യമായിട്ട് എനിക്കാണ് നൽകിയത്. അപ്പോൾ എൻ്റെ വീണ്ടെടുപ്പിന് മറുവിലയായിട്ട് എനിക്ക് നൽകി. ആ നൽകിയ ജീവൻ തന്നെയാണ് എനിക്ക് തിരിച്ചു വരുമ്പോൾ കിട്ടുന്നത്. യേശു കുരിശിൽ മരിച്ച് എനിക്ക് നേടിത്തന്ന ആ ജീവനാണ് തിരിച്ചു വരുമ്പോൾ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ആ മോചനമൂല്യം എനിക്ക് തന്നെ കിട്ടുന്നത്. കാരണം ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടം അനുസരിച്ച് ചെയ്ത ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് എന്നെ പണയപ്പെടുത്തത് ചെയ്താനല്ല, എന്നെ പണയപ്പെടുത്തത് ഞാനാ.
നമ്മുടെ തന്നെ സ്വതന്ത്രമായ തീരുമാനമാണ് നമ്മളെ പിശാചിന് അടിമപ്പെടുത്തുന്നത്. അല്ലാണ്ട് സാത്താൻ ബലപ്രയോഗത്തിലൂടെ കൊണ്ടുപോയതല്ല. ഇന്നും ആരെയും സാത്താൻ ബലപ്രയോഗത്തിലൂടെ കൊണ്ടുപോകാൻ പറ്റില്ല, വശീകരിക്കാനേ പറ്റുള്ളൂ. സ്വതന്ത്രമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനേ പൗലോസ് എപ്പോഴും പിശാചിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം അവന്റെ തന്ത്രങ്ങൾ എന്നാ പറയുന്നത്. അതെ, ആ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ഇല്ലാത്ത സുഖം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഈ പഴം നിന്നെ ദൈവത്തെ പോലെ ആക്കുമെന്ന് പറഞ്ഞതുപോലെ ഒരുപാട് ലൗകിക വിഷയങ്ങളും വസ്തുക്കളും പാപകരമായ മേഖലകളും കാണിച്ചു തന്നിട്ട് ഈ സുഖം നിനക്ക് ഞാൻ തരാം, ദൈവത്തെ പോലെ നിന്നെ സന്തോഷിപ്പിക്കാം, ദൈവത്തെ പോലെ നിന്നെ ശക്തനാക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് സാത്താൻ്റെ വശീകരണം. അപ്പോൾ ആ വശീകരണത്തിൽപ്പെട്ട് ഞാൻ സ്വയം എൻ്റെ തീരുമാനം എടുത്ത് പോകുന്നതാണ്. അതുകൊണ്ട് ബലപ്രയോഗത്തിലൂടെയുള്ള പിടിച്ചെടുപ്പല്ല. ബലപ്രയോഗത്തിലൂടെയുള്ള പിടിച്ചെടുപ്പാണെങ്കിൽ, ബലപ്രയോഗത്തിലൂടെയല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ബലം പ്രയോഗിച്ചവന് അവന് വേണമായിരുന്നു നമ്മളിത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ കടൽ കൊള്ളക്കാർക്ക് ബല പ്രയോഗത്തിലൂടെ തട്ടിക്കൊണ്ടു പോകുന്നു, അപ്പോൾ തട്ടിക്കൊണ്ടുപോയവർക്ക് നമ്മൾ മോചനമൂല്യം കൊടുക്കുന്നു. ഇതിപ്പം എൻ്റെ സ്വതന്ത്രമായ തീരുമാനം ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് പോരാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. അപ്പം എനിക്ക് തിരിച്ചു പോരാനുള്ള ഒരു സാഹചര്യം, എനിക്ക് സ്വതന്ത്രമായൊരു തീരുമാനം എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് നഷ്ടപ്പെട്ട ജീവൻ യേശു കുരിശിൽ എനിക്ക് വേണ്ടി സമർപ്പിച്ചു. അപ്പോൾ എനിക്ക് വേണ്ടി മോചനമൂല്യമായിട്ട് നൽകി, എനിക്കാ തന്നത്. അപ്പം ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് വേണ്ടി തന്ന ജീവനെയാണ് ഞാൻ പ്രാപിക്കുന്നത്. യേശു കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്ത ആ ജീവനാണ് തിരിച്ചു വരുന്ന എനിക്ക് കിട്ടുന്നത്. അപ്പോൾ യേശു കുരിശ് സമർപ്പിച്ചതെല്ലാം എനിക്ക് തരാൻ വേണ്ടിയാണ്. യേശുവിനുള്ളതെല്ലാം എനിക്ക് തരാൻ വേണ്ടിയാണ്. അവിടുത്തെ ശരീരം, അവിടുത്തെ രക്തം, അവിടുത്തെ ജീവൻ, അവിടുത്തെ ആത്മാവ്, അവന്റെ നല്ല അനുഗ്രഹം എല്ലാം എനിക്ക് തരാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടിയാണ് അവൻ സമർപ്പിച്ചത്, അല്ലാതെ സാത്താന് സമർപ്പിക്കല്ലായിരുന്നു. അതുപോലെ തന്നെ പിതാവിൻ്റെ കടുംപിടുത്തമല്ല, പിന്നെയോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിച്ചെടുത്ത ഒരു തീരുമാനമാണ്. മനുഷ്യന് തിരിച്ചു വരണമെങ്കിൽ മനുഷ്യൻ്റെ ആ സ്വതന്ത്ര തീരുമാനത്തെ വിശ്വാസപരമായിട്ട് ഉണർത്തണം. അപ്പോൾ അതിന് ഇങ്ങനൊരു മോചന മൂല്യം കൊടുത്താൽ അവനത് മനസ്സിലാകും, അങ്ങനെ അവൻ തിരിച്ചു വരും. ഓക്കെ, അപ്പം യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ മനുഷ്യവർഗത്തിന് ലഭിച്ച ഈ ജീവൻ അതവൻ എങ്ങനെ സ്വന്തമാക്കും? സ്വതന്ത്ര മനസ്സോടെ അവൻ തിന്മയിൽ നിന്ന് യേശുവിലേക്ക് മടങ്ങി വരുമ്പോൾ, തീരുമാനം എടുക്കുമ്പോൾ, അങ്ങനെ തീരുമാനം എടുക്കാൻ എന്താണ് അവനുള്ള സാധ്യത? എന്താ സാധ്യത? ഇവിടെ ഇതുള്ളതുകൊണ്ടാ. അപ്പം കർത്താവ് വിളിക്കുകയാണ്, നീങ്ങി പോരെ, നീ എൻ്റെ സ്വന്തമാണ്, ദൈവരാജ്യം നിനക്കായിട്ട് ഞാൻ കരുതി വെച്ചിരിക്കുകയാണ്, എൻ്റെ ജീവൻ തന്നെ നിനക്ക് തരികയാണ്. അപ്പം അതുകൊണ്ട് നിനക്ക് ഇങ്ങോട്ട് വന്നാൽ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം സൗജന്യമായിട്ട് ഇവിടെ ഉണ്ട്. അതാണ് ഗുഡ് ന്യൂസ്. അതെങ്ങനെയാണ് മനുഷ്യൻ ഇനി അറിയുന്നത്? അറിയുന്നത് സുവിശേഷത്തിലൂടെ, സുവിശേഷ പ്രസംഗത്തിലൂടെയാണ് ഈ സത്യം അറിയുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ കുരിശിനെ മുൻനിർത്തി, ഉദ്ധാനത്തെ മുൻനിർത്തിയാണല്ലോ പ്രസംഗിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെയും ഉദ്ധാനത്തെയും മുൻനിർത്തി പ്രസംഗിക്കുമ്പോൾ മനുഷ്യന് ഈ സദ്വാർത്ത അറിയുന്നു. അങ്ങനെ യേശുക്രിസ്തുവിനെ മുൻനിർത്തി പറയുന്നതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ക്യാമ്പിലേക്ക് മടങ്ങിപ്പോരാൻ, ധൈര്യമായിട്ട് മടങ്ങിപ്പോരാനുള്ള ശേഷി വിശ്വാസം വഴി അവന് കിട്ടുകയാണ്. അപ്പോൾ പിന്നെ സാത്താന് തടയാൻ പറ്റിയല്ല, കാരണം സാത്താൻ ആരെയും ബലപ്രയോഗത്തിലൂടെ അവിടെ വെക്കുന്നില്ല. സ്വതന്ത്ര തീരുമാനത്തോടെ പോയി സ്വതന്ത്ര തീരുമാനത്തോടെ തിരിച്ച് പോകുന്ന അവനൊന്നും തടയാൻ പറ്റിയല്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ സാത്താന് പോലും തടയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ വേറൊരു കാര്യം കൂടി പരാമർശിക്കാം. ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടണ്ട, ശരീരത്തെയും ആത്മാവിനെയും നശിപ്പിച്ച് നരകത്തിൽ തള്ളാൻ കഴിയുന്നവനെ ഭയപ്പെടുവൻ എന്നൊരു പ്രയോഗമുണ്ട്. ഇവിടെ ആരെയാ ഭയപ്പെടേണ്ടത്? അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അനേകരത് തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങളിലാണ് പറയുന്നത്. എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതേ ഞാൻ പറയുന്നു, അവനെ ഭയപ്പെടുവിൻ. ഇവിടെ പലരും പറയുന്നു ചെകുത്താനെയാണ് ഭയപ്പെടേണ്ടത്.
ചിലര് ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തെയാണ് ഈ ഭയപ്പെടുന്നത്. ദൈവത്തെയാണ് ഭയപ്പെടുന്നത്. ഞാൻ പറയട്ടെ, ഇവിടെ ഗാന്ധിജി പറഞ്ഞത് ഓർക്കുക, ഇനിയും നീ എന്നെ ഉപദ്രവിച്ചാൽ നിങ്ങൾക്ക് എന്നെ കിട്ടിയല്ല, എൻ്റെ മൃതശരീരമേ കിട്ടൂ. അതാ ഈശോ പറയുന്നത്. എന്റെ അനുസരണം നിങ്ങൾക്ക് കിട്ടത്തില്ല. കിട്ടത്തില്ല എന്ന് വെച്ചാൽ മനസ്സ് കിട്ടത്തില്ല, നിനക്ക് ഞാൻ കീഴ്വഴങ്ങിയല്ല, കീഴ്വഴങ്ങിയാലേ കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഇവിടെ ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടണം എന്ന് പറഞ്ഞാൽ, ശരീരത്തെ കൊന്നതുകൊണ്ട് നീ ആരുടെയും അടിമയാകുന്നില്ല. അടിമയാകുന്നില്ല. എത്രയോ പേര് മരിച്ചിരിക്കുന്നു മനസ്സ് വിധേയപ്പെടാൻ തയ്യാറല്ലാത്തതുകൊണ്ട്, അല്ലേ? ഇപ്പം മരിയ കുര്യത്തിയുടെ ഈ ദിവസങ്ങളിൽ ചില ലേഖനങ്ങൾ ഞാൻ വായിച്ചു. ആ 14 വയസ്സുള്ള ബാലിക കൊല്ലാൻ സ്വയം വിട്ടുകൊടുത്തു. അവളുടെ മനസ്സ് വിട്ടുകൊടുത്തില്ല. പാപത്തിനും വിട്ടുകൊടുത്തില്ല. അവിടെ ആത്മാവിനെ വിട്ടുകൊടുത്തില്ല. അതുപോലെ രക്തസാക്ഷികളൊക്കെ ചെയ്തതല്ലേ, ശരീരത്തെ കൊല്ലാൻ വിട്ടുകൊടുത്തു. ഈശോ ചെയ്തതുപോലെയാണ്. പക്ഷെ ഇവിടെ ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ടെന്ന് പറയാൻ കാരണം, നമ്മൾ ശരീരമല്ലല്ലോ, ശരീരത്തിനുപരിയല്ലേ നമ്മൾ. അപ്പം ഇവിടെ ആരെയാണ് ഭയപ്പെടേണ്ടത്? ചെയ്ത്താനെയാണോ ഭയപ്പെടേണ്ടത്? ദൈവത്തെയാണോ ഭയപ്പെടേണ്ടത്? ചെയ്ത്താനെ അല്ല ഭയപ്പെടേണ്ടത്. നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം എന്നാണ്. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ. അപ്പൊ ആർക്കാണ് അധികാരം ഉള്ളതെന്നുള്ളതാണ്. എന്നെ നരകത്തിലേക്ക് തള്ളാനുള്ള അധികാരം എനിക്കാണ് നൽകിയിരിക്കുന്നത്. എന്റെ സ്വതന്ത്രമായ തീരുമാനത്തെയാണ്. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു, അന്ധകാരത്തിന് സമർപ്പിച്ചു എന്നുള്ളതാണ് ശിക്ഷാവിധി. അപ്പം ഞാൻ സ്വതന്ത്ര മനസ്സോടെ എന്നെ തന്നെ പാപത്തിന് സമർപ്പിക്കുമ്പോൾ, ദൈവഹിതത്തിന് വിരുദ്ധമായ കാര്യങ്ങൾക്ക് സമർപ്പിക്കുമ്പോൾ, ഞാൻ എന്നെ നരകത്തിൽ തള്ളുകയാണ് ചെയ്യുന്നത്. അതാണ് ശിക്ഷാവിധി. അപ്പോൾ അതുകൊണ്ട് നീ ഭയപ്പെടേണ്ടത് നിന്റെ തീരുമാനങ്ങളെയാണ്, നിന്റെ നിലപാടുകളെ നീ ഭയപ്പെടണം. കാരണം ഇതിനോട് ചേർന്നൊരു വാചകം കൂടെ നമ്മൾ വായിക്കണം. നീ വിധിക്കുന്ന വിധിയാൽ തന്നെ നീ വിധിക്കപ്പെടും. അപ്പോൾ എനിക്ക് ദൈവം വേണം, എൻ്റെ ഈശോയെ എനിക്ക് വേണം, അതിനുവേണ്ടി ശരീരത്തെ കൊല്ലാൻ പോലും ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന അനുതാപത്തിൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, ഒരു പാപം ചെയ്യുന്നതിന് മുമ്പ് മരിക്കാൻ ഞാൻ സന്നദ്ധനാണ്. അപ്പോൾ ആ ഒരു സന്നദ്ധത, ഞാൻ ഒരിക്കലും ഒരു പാപത്തിന് കീഴ്വഴങ്ങിയില്ല, ദൈവഹിതത്തിന് വിരുദ്ധമായ ഒരു കാര്യത്തിന് ഞാൻ മനസ്സാവുകയില്ല, അതിനുവേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെ തൻ്റെ അധികാരം ഉപയോഗിച്ച് ദൈവത്തിന് കൊടുക്കുകയാണ്. അതേസമയം ഇതൊക്കെ സാരമില്ല എന്ന് പറഞ്ഞ് സാത്താൻ്റെ സ്വാധീനത്തിൽപ്പെട്ട്, ലോകത്തിൻ്റെ വിളിയിൽപ്പെട്ട് പാപത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ആ വ്യക്തി വിധേയപ്പെടുകയും അടിമത്തത്തിലേക്ക് പോവുകയാണ്, നരകത്തിന് തന്നെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ അധികാരം ഞാൻ പ്രയോഗിച്ചു. സ്വാതന്ത്ര്യം എപ്പോഴും അധികാരം കൂടെയാണെന്ന് ഓർക്കുക. ആ സ്വാതന്ത്ര്യം ഞാൻ വിനിയോഗിക്കുന്നത് അധികാരം വിനിയോഗിക്കലാണ്. എൻ്റെ അധികാരം ഉപയോഗിച്ച് ഞാൻ എന്നെ ഒന്നുകിൽ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു, അല്ലെങ്കിൽ സാത്താന് വിട്ടുകൊടുക്കുന്നു. അപ്പം അതുകൊണ്ട് നീ ഭയപ്പെടേണ്ടത് നിന്റെ തീരുമാനങ്ങളെയാണ്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ എന്ന് പറയുമ്പോൾ അത് നിന്നെ തന്നെ നീ ഭയപ്പെടുക എന്നാണ് ഈശോ അർത്ഥമാക്കുന്നത്. നിന്റെ നിലപാടുകളെ നീ ഭയപ്പെടണം. നിന്നെ എന്ന് പറഞ്ഞാൽ നിന്റെ നിലപാടുകളെ, നിന്റെ തീരുമാനങ്ങളെ, നിന്റെ അഭിപ്രായങ്ങളെ. ദൈവത്തിൻ്റെ അഭിപ്രായം അല്ലാത്തൊരഭിപ്രായവും നിനക്കുണ്ടാകാൻ പാടില്ല. ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാത്തൊരിഷ്ടവും നിനക്കുണ്ടാകാൻ പാടില്ല. നിനക്കിഷ്ടം ഉണ്ടാകണം, ദൈവത്തിൻ്റെ ഇഷ്ടം നിന്റെ ഇഷ്ടമായിരിക്കണം. ദൈവത്തിൻ്റെ അഭിപ്രായം നിന്റെ അഭിപ്രായമായിരിക്കണം. ദൈവത്തിൻ്റെ നിലപാട് നിന്റെ നിലപാടായിരിക്കണം. എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് നിന്റെ കാഴ്ചപ്പാടായിരിക്കണം. അത് നമ്മൾ അറിയുന്നത് ക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ടാണ് പിതാവ് വിധി മുഴുവനും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നത് പറയാൻ കാരണം. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, വിധിക്കുക എന്ന് പറഞ്ഞാൽ തീരുമാനം എടുക്കാൻ നടത്തണം. ശരി ഏത് തെറ്റേതെന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ എന്താണ് ഏത് നിലപാടാണെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ശരിയായൊരു നിലപാട് എന്താണെന്ന് മനുഷ്യ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പിതാവ് പുത്രനെ അയച്ചിരിക്കുക. അപ്പോൾ വിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുക. അതുകൊണ്ട് പുത്രൻ്റെ തീരുമാനമായിരിക്കണം എൻ്റെ തീരുമാനം, പുത്രൻ്റെ വിധിയായിരിക്കണം എൻ്റെ വിധി. അല്ലാത്തതൊക്കെ തെറ്റായി പോകും. പുത്രൻ്റെ തീരുമാനമാണ് സുവിശേഷത്തിലൂടെ നമ്മൾക്ക് അറിയിച്ചു കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിലൂടെ, തൻ്റെ വാക്കിലൂടെയും വാക്കിനെ സ്ഥിരീകരിച്ച പ്രവൃത്തിയിലൂടെയും ഈശോ ലോകത്തിന് നൽകി. അതിൻ്റെ റെക്കോർഡാണ് സുവിശേഷം എന്ന് പറയുന്നത്. പിന്നെ വിധിക്ക് വേറൊരർത്ഥമുണ്ട്, ഒരാളെ കുറ്റം വിധിക്കാൻ അർത്ഥമുണ്ട്.
ആ വിധിയും പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇനി പിതാവ് എങ്ങനെയാണ് വിധിക്കുന്നത് പുത്രൻ്റെ വിധി നോക്കിയാൽ മതി. പുത്രൻ്റെ വിധിവാചകം കരുണയുടെ വിധിവാചകമാണ്. കുരിശിൽ കിടന്നുകൊണ്ട് പുത്രൻ വിധിച്ചു, പിതാവെ ഇവർ ചെയ്തെന്തെന്ന് ഇവരറിയുന്നില്ല. അതാണ് പുത്രൻ്റെ വിധി. അപ്പം അതുകൊണ്ട് ദൈവം അങ്ങനെ വിധിക്കുന്നത് കൊണ്ട് എൻ്റെ കഴിഞ്ഞകാല പാപത്തെക്കുറിച്ച് ഞാൻ ഇരുന്ന് വിഷമിക്കുകയോ അതിനൊരു പരിഹാരം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കണമല്ലോ എന്ന് ചിന്തിക്കുകയോ ആവശ്യമില്ല. ഞാൻ ചെയ്യേണ്ടത് പാപത്തെ തള്ളിപ്പറഞ്ഞ്, തിന്മയെ തള്ളിപ്പറഞ്ഞ്, അശുദ്ധിയെ തള്ളിപ്പറഞ്ഞ്, ദൈവത്തിൻ്റെതല്ലാത്ത എല്ലാ നിലപാടുകളെയും തള്ളിപ്പറഞ്ഞ് യേശുവിലൂടെ വെളിപ്പെട്ട ദൈവത്തിൻ്റെ തീരുമാനത്തിനും ദൈവത്തിൻ്റെ നിശ്ചയത്തിനും ദൈവത്തിൻ്റെ വിധിക്കും വിധേയപ്പെടുക എന്നുള്ളൂ. അങ്ങനെ വിധേയപ്പെടുന്നവരെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും, അവരെ പരിശുദ്ധാത്മാവ് നയിക്കും, അവരെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അവർ നന്മയുള്ളവരായിരിക്കും, കൃപയുള്ളവരായിരിക്കും. അവരുടെ ജീവിതം ദൈവത്താൽ നയിക്കപ്പെടുന്ന ദൈവരാജ്യത്തിലെ ജീവിതമായിരിക്കും. എല്ലാറ്റിലും ഉപരി അവർക്ക് യേശുവിൻ്റെ ജീവൻ അവരുടെ ജീവനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഞാനാണ് ജീവൻ, ഞാനാണ് മാർഗം, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. അപ്പോൾ ആ ജീവൻ നമുക്ക് ലഭിക്കുകയാണ്. യേശു തന്നെ ഞാൻ നിങ്ങളിൽ വന്ന് വസിക്കുമെന്ന് പറഞ്ഞ വാക്ക് അനുസരിച്ച് നമ്മളിലെ ജീവനായി, നിത്യജീവനായി ഈശോ തന്നെ വരികയാണ്. നമ്മുടെ വഴിയായി, നമ്മുടെ സത്യമായി എല്ലാം യേശുവിൻ്റെതായിട്ട് മാറുകയാണ്. യേശുവിനെ ദൈവത്തെ കാണാനുള്ള വഴി യേശു മാർഗമാണ്. യേശു ദൈവത്തിലെത്താനുള്ള വഴി യേശു തന്നെയാണ്. യേശുവിലായിരുന്നുകൊണ്ടാണ് ദൈവത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഇപ്പം വിശ്വസിക്കുന്നവർക്കാണ് ഈ മോചനദ്രവ്യം ലഭിക്കുന്നത്. ഈ മോചനദ്രവ്യം ലഭിക്കുക എന്ന് പറയുന്നത് യേശുവിൻ്റെ തന്നെ ജീവൻ, അവൻ്റെ മേലുള്ള സകല നന്മകളും, സകല അനുഗ്രഹങ്ങളും, ആധിപത്യവും അധികാരവും എല്ലാം അവന് നഷ്ടപ്പെട്ടു പോയത് മടക്കി കിട്ടുകയാണ്. സ്വന്തം തീരുമാനത്താൽ അവൻ വശീകരിക്കപ്പെട്ടിട്ടാണെങ്കിൽ പോലും സ്വന്തം തീരുമാനത്താൽ പിശാചിന്റെ അടിമത്തത്തിലേക്ക് പോയ മനുഷ്യന് ഇന്നിപ്പോൾ സ്വന്തമായ തീരുമാനത്തിലൂടെ, അതായത് സുവിശേഷ പ്രസംഗം കേട്ട് യേശു എനിക്ക് വേണ്ടി ഉണ്ട്, അവൻ്റെ ജീവൻ എനിക്ക് വേണ്ടി തന്നിരിക്കുന്നു, ആ സത്യത്തെ അറിഞ്ഞ് ഇനി സ്വതന്ത്രമായ മനസ്സോടുകൂടി അവന് ദൈവത്തെങ്കിലേക്ക് കടന്നു വരാം. ആരും ഇനി അവനെ അടിമപ്പെടുത്തത്തില്ല. പിശാചോ ഈ ലോകത്തിലെ ഒരു ശക്തിയോ അവനെ അടിമപ്പെടുത്താൻ സാധിക്കുകയില്ല. പക്ഷേ ഇതൊരു വലിയ വെളിച്ചമാണ് ഇതിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അനേകർക്കൊരു വലിയ വെളിച്ചം ലഭിക്കാനായിട്ട് ഈ എപ്പിസോഡ് ഒരു കാരണമായി തീർന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. നമ്മുടെ മോചനദ്രവ്യമായി നമുക്ക് വേണ്ടി യേശു സ്വന്തം ജീവനെ നൽകിയെന്നുള്ള ആ സത്യത്തെ തിരിച്ചറിയുന്നത് നമുക്കൊരു വലിയ ഉറപ്പും, അച്ഛൻ ആ കഥയിൽ പറഞ്ഞതുപോലെ ആ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ അധികാരമുള്ള ഒരാൾ വന്ന് നിന്ന് വിളിക്കുമ്പോൾ അകത്ത് നിൽക്കുന്നയാൾക്ക് സ്വാതന്ത്ര്യത്തോടെ അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റും. ഇതുപോലെ നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് വലിയ സ്വാതന്ത്ര്യത്തോടെ കടന്നു ചെല്ലുവാനുള്ള ഒരു പാത തുറന്നിട്ട് തന്നിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ട ഈ സത്യങ്ങൾ ഒരു വലിയ സ്വാതന്ത്ര്യത്തിലേക്കും അധികാരത്തിലേക്കുമൊക്കെ നമ്മളെ നയിക്കുവാനായിട്ട് പര്യാപ്തമാണ്. നമ്മുടെ മോചനദ്രവ്യമായി നമുക്ക് തന്നെ യേശു തൻ്റെ ജീവനെ നൽകിയിരിക്കുക. അവനുള്ള സകല നന്മകളും എല്ലാം നമുക്കാണ് തന്നിരിക്കുന്നത്. അനേകർ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട് അത് പിശാചിനായിരിക്കാം ഈ മോചനദ്രവ്യം കൊടുത്തതെന്ന്. ഒരിക്കലുമല്ല, നമുക്ക് തന്നെയാണ് തന്നിരിക്കുന്നത്. അവൻ്റെ ജീവനും അവൻ്റെ അധികാരവും അവൻ്റെ ശക്തിയും എല്ലാം നമുക്ക് തന്നെ തന്നിരിക്കുക. ഈ ഒരു സത്യം നൽകുന്ന ആ തിരിച്ചറിവിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്നുള്ള ആ പദവിയിൽ, ആ അധികാരത്തിൽ നമുക്ക് മുൻപോട്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് അല്പസമയം ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വതന്ത്ര മനസ്സോടെ ഞങ്ങളെ സൃഷ്ടിച്ച കർത്താവെ, ആ സ്വാതന്ത്ര്യത്തിൻ്റെ വിനിയോഗത്തിൽ ഞങ്ങൾക്ക് പലപ്പോഴും തെറ്റുപറ്റുന്നു. എന്നാൽ അങ്ങയിലേക്ക് തിരിയാനും തിന്മയുടെ ആധിപത്യത്തിലേക്ക് പോയ ഞങ്ങൾക്ക് അങ്ങയിലേക്ക് മടങ്ങി വരാനും അങ്ങയുടെ കുരിശുമരണത്തിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് നേടിത്തന്ന വലിയ കൃപയെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. അത് വിനിയോഗിക്കാൻ തക്ക വിധം ഞങ്ങളെ വിശ്വാസത്തിൽ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.